Hi dears, here we are with a short film, Purl, by Kristen Lester. Kristen Lester is a renowned American director. She is also a writer and a story artist. So here she is. Purl is her first short film as a director. She is the director, writer, and story writer of Purl. And she works as the head of story at Pixar Animation Studios. And she describes herself as a storyboard and visual development artist. ഈ ഈ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തുന്നത് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേംസ് ആണ് അവർ യൂസ് ചെയ്തത് തന്നെ നമുക്ക് പറയാം. ബിക്കോസ് ഹിയർ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഏറ്റവും മാക്സിമം കുറച്ച് ആളുകൾ ഫിലിം ക്രൂ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയുന്ന മാക്സിമം ആളുകൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ലൈക്ക് വി സേ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടർ ആൻഡ് ആക്ട്രസസ്. ഇപ്പോഴും നമ്മൾ ഇതുവരെ വളർന്ന അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എത്തുന്നത് വരെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം വി ആർ മച്ച് ഫെമിലിയർ വിത്ത് ആക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ്. ആക്ട്രസ് എന്നുള്ള ടേം തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല. ആക്ട്രസസ്, ഞാനത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. വി ആർ നോട്ട് യൂസിങ് ദി ടേം ആക്ട്രസസ്. Here we may say male actor at one point of time, or otherwise it's female actors, right? Likewise. അപ്പോൾ ആക്ടേഴ്സ് എന്ന് മാത്രമാണ് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയിരുന്നത്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഫിലിമിൻ്റെ ശരിക്ക് ഫിലിം എന്നതൊരു നരേറ്റീവാണെന്ന്, ഫിലിം എന്ന് പറയുന്നത് തന്നെ ഒരു ടെക്സ്റ്റാണെന്നും അതിന് ഒരുപാട് കൺവേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറയുന്നതിനേക്കാൾ കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും പൊളിറ്റിക്കലായിട്ടൊരു മീഡിയ എന്ന് തന്നെ നമുക്ക് ഫിലിംസിനെ കൊണ്ട് പറയാം ദീസ് ഡേയ്സ്. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ സോ മെനി ഫിലിം ഫെസ്റ്റിവൽസ് ആർ ഹാപ്പനിങ് അറൗണ്ട് ഫിലിം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടേഴ്സ് ആർട്ടാണ്. ക്രിസ്റ്റൻ ലെസ്റ്റർ അങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഒരു ഡയറക്ടേഴ്സ് ആർട്ട് എന്ന് നമ്മൾ പറയുന്നത് ദ റീസൺ ഈസ് ദാറ്റ് ക്രിസ്റ്റൻ ലെസ്റ്റർ അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് ആളുകൾ വിത്ത് ദയർ ഓൺ വർക്ക്സ് ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു സിഗ്നേച്ചർ കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ വർക്ക്സ് വരുന്നത്. ആൻഡ് ലൈക്ക് വൈസ് നമ്മൾക്ക് അറിയുന്ന വളരെ കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ് മലയാളത്തിലാണെങ്കിൽ അമൽ നീരദ്. ആ ഒരു ഫിലിം കാണുമ്പോൾ തന്നെ ഡയറക്ടർ ആരാണെന്ന് നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും അത് അമൽ നീരദാണെന്ന്. ലൈക്ക് വൈസ് ക്രിസ്റ്റഫർ നോളൻ, റൈറ്റ്? ഒരു ആളുടെ ഫിലിം കാണുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നറേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേ ഓഫ് പ്രസൻറ്റിങ് തിങ്സ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ വെൻ ഇറ്റ് കംസ് ടു ആനിമേഷൻ, വളരെ കാലങ്ങളായിട്ട് നമ്മൾ ആനിമേഷനെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. വി ഗ്രൂ അപ്പ് വിത്ത് ആനിമേഷൻ. വി വുഡ് സേ പണ്ട് മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയ ടോം ആൻഡ് ജെറി, അതിന് ശേഷം വന്നിട്ടുള്ള പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർട്ടൂൺസ്, പിന്നെ ഗ്രാഫിക് നാരറ്റീവ്സ്. ഇപ്പോൾ നമ്മൾ നറൂട്ടോ പോലുള്ള ആനിമേ എല്ലാം ഈ ഒരു ആനിമേഷൻ്റെ സ്കോപ്പിൽ വരുന്നതാണ്. അപ്പം when it comes to discussing a film, there are so many things to it. The first thing, let's say film. അപ്പോൾ ഫിലിമിന് തന്നെ ഒരു 2 മണിക്കൂറിൻ്റെ ഫിലിമാണെന്നുണ്ടെങ്കിൽ അത് കൺവേ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് വൈ ഷോർട്ട് ഫിലിംസ് അഗൈൻ? ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സാധ്യത എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു 10-15 1 മിനിറ്റൊക്കെ വരെ ചുരുങ്ങുന്ന ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് മെസ്സേജസ് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ ആളുകൾ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. സോ യു ന്യൂ എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്താണെന്നറിയാം. ലൈക്ക് വൈസ് ഒരുപാട് ഷോർട്ട് ഫിലിംസ് കാണുന്നതും ആളുകളാണ്. the more shorter it is അല്ലേ? ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളെ ഒരു ഒരു റീൽ കൾച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മിനിറ്റിലധികമുള്ള റീൽസൊന്നും നമ്മൾ കാണാൻ തന്നെ നമുക്ക് സമയമില്ലാത്തതുപോലെയാണ്. വി ആർ ബിസി സ്ക്രോളിങ്, റൈറ്റ്? അപ്പോൾ ഏറ്റവും
കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൺവേ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടെ ഷോർട്ട് ഫിലിമിലുണ്ട്. അതിൽ തന്നെ ആനിമെ കുറച്ചധികം ഡിഫറെൻ്റാണ്. ഒരുപാട് എക്സ്പ്രഷൻസ് ആനിമയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ മനുഷ്യന്മാരെ കൊണ്ട് സാധിക്കാത്ത പല എക്സ്പ്രഷൻസ്, പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആനിമെ യൂസ് ചെയ്തിട്ട് പറ്റും എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ക്രിസ്ത്യൻ ലെസ്റ്റർ തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ short film. So here, when it comes to the genre, it's an animation short film. The context is the discrimination in the field of animation industry. ക്രിസ്ത്യൻ ലെസ്റ്ററിൻ്റെ തന്നെ അനുഭവത്തിൽ നിന്നാണ് ഇവരിങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തുന്നത്. സോ വി നോ ഈ ഫിലിം, അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഫിലിം ഡയറക്ടേഴ്സിനെ മെൻഷൻ ചെയ്തല്ലോ. അപ്പോൾ ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ആ 2 ഡയറക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞതാണ്. പക്ഷെ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മളെ മനസ്സിലൊരു ഫീമെയിൽ ഫിലിം ഡയറക്ടറെ പേര് വരുന്നില്ല? സേ ലൈക്ക് സോയ അക്തർ, അല്ലെങ്കിൽ ഓസ്കാർ വിന്നിങ് ആയിട്ടുള്ള വോൺ ചെയ്തിട്ടുള്ള കുറേ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. മലയാളത്തിലൊരു ഫീമെയിൽ ഫിലിം ഡയറക്ടറെ പേര് പറയുമ്പോൾ മാക്സിമം നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ആലോചിച്ച ഒരു അഞ്ജലി മേനോനെ പറഞ്ഞു വരികയായിരിക്കും. ഇൻ ദാറ്റ് ഇൻഡസ്ട്രി, വെൻ ഇറ്റ് കംസ് ടു ഫിലിം ഇൻഡസ്ട്രി, ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. ഇറ്റ്സ് സാഡ് ദാറ്റ് വി ഓൺലി ഹാവ് എ വെരി ഫ്യൂ ഫീമെയിൽ ഡയറക്ടേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വതവേ അങ്ങനെ ആയിരിക്കെ ആനിമേഷൻ ഇൻഡസ്ട്രിയിലും ഇതിലും കുറവാണ്. സോ ക്രിസ്ത്യൻ ലെസ്റ്റർ വളരെ ഇൻട്രസ്റ്റ് എടുത്ത ഒരു ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് അവർ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഡിസ്ക്രിമിനേഷനാണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ്സ് എ ബാക്ക്ഡ്രോപ്പ്. ആൻഡ് ദ തീംസ് വെൻ ഇറ്റ് കംസ് ടു ദ ഷോർട്ട് ഫിലിമിൽ പക്ഷേ ആ തീംസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ദ മെയിൻ തിങ്. നമ്മൾ വർക്ക് പ്ലേസിലാവട്ടെ, ഹൗസ് ഹോൾഡിലാവട്ടെ, അങ്ങനെ വിമൻ ഫേസ് ചെയ്യുന്ന വിമൻ ഇൻ ജനറൽ, ട്രാൻസ്ജെൻഡർ പോലുള്ള കൺസേൺസ് വേറെ വരുന്നുണ്ട്. ജെൻഡർ ഇവർ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ് ഇതിൻ്റെ ഒരു മെയിൻ തീമായിട്ട് വരുന്നത്. ആൻഡ് ദെൻ കംസ് ദി അഡാപ്റ്റിവിറ്റി. സോ ഇൻ മോസ്റ്റ് കേസസ് ഈ സാധാരണഗതിയിൽ ഓൾമോസ്റ്റ് ഓൾ ദി എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് അത് പാട്രിയാർക്കിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ മെയിൽ ഡോമിനൻ്റ് ആണ്. ഇപ്പോൾ ഒരു മെയിൽ സ്റ്റൈലാണ് അവിടെ ഓൾറെഡി ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫീമെയിൽ എംപ്ലോയീസ് അതിനേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ബിയോണ്ട് ദ ബയോളജിക്കൽ ഐഡൻറ്റിറ്റീസ്. അപ്പോൾ അതിൻ്റെ കൺസേൺസും നമുക്ക് ഈ ഒരു പ്ലേയിൽ ഈ ഒരു ഫിലിമിൽ കാണാൻ പറ്റും. ആൻഡ് അഗൈൻ സെക്സിസം. So Purl is a powerful and engaging animated short film that follows the journey of the main character Purl, who feels pressured to conform to the frat boy culture at BRO Capital. Ultimately, she overcomes the pressure and inspires a diverse and inclusive workplace. ഇപ്പോൾ പേൾ എന്ന് പറയുന്നത് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള അങ്ങനെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ്. മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ പേളാണ്. പേൾ എന്നുള്ള ടേം ക്രോഷേ അല്ലെങ്കിൽ നിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. സാധാരണ ഈ നിറ്റിങ് പോലുള്ള വൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക്സൊക്കെ ഒരു ഫെമിനൈൻ ക്രാഫ്റ്റായിട്ടായിരുന്നു കണ്ടുവന്നിട്ടുള്ളത്. സ്ത്രീകളാണ് ഇരുന്ന് തുന്നുക, പൂക്കളൊക്കെ തുന്നി പിടിപ്പിക്കുക, എംബ്രോയ്ഡറി ചെയ്യുക, ക്രോഷേ ചെയ്യുക എന്നുള്ള ഒരു പിന്നെ ആ ഒരു നോഷൻ അതിങ്ങനെ അൺറിട്ടൺ ആയിട്ട് എഴുതി, എന്താ നമ്മൾ പറയുക അല്ലേ, അലിഖിതം എന്നുള്ള രീതിയിൽ ഇങ്ങനെ അൺറിട്ടൺ ആയിട്ട് ഇങ്ങനെ. പക്ഷേ ഓൾറെഡി സൊസൈറ്റിയിൽ അങ്ങനെ ചില കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്, അതിൽപ്പെട്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ സ്വതവേ സ്ത്രീകളാണ്. അപ്പോൾ ഈ ഒരു ഫിലിമിലെ പേളിൻ്റെ എന്നുള്ള പേര് പോലും വരുന്നത് അതിൽ നിന്നാണ്. ക്രോഷേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ കിന്നരി തൊപ്പി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. വി ടൈ എ നോട്ട് ലൈക്ക് ദാറ്റ്. ആ ചെയ്യുന്ന റെഡിയാക്കുന്ന നോട്ടിനാണ് പേൾ എന്ന് പറയുന്നത്. ആ പേര് തന്നെ വളരെയധികം സിംബോളിക് ആണെന്ന് നമുക്ക് പറയാം. ഒരു പേള് ജോയിൻ ചെയ്യുന്നത് ഒരു ഫ്രാറ്റ് ബോയ് കൾച്ചറുള്ള ഒരു BRO ക്യാപിറ്റലാണ്. സംതിങ് ലൈക്ക് ഒരു ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓഫീസാണ്, ഒരു ഫേമാണെന്ന് വിചാരിക്കുക. ആൻഡ് ഫ്രാറ്റ് ബോയ് ആക്ച്വലി ഒരു മെയിൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു പിയർ ആറ്റിറ്റ്യൂഡ് കൂടുതലായി കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. നിങ്ങളൊരു കൾച്ചർ കാണിക്കുന്ന ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യാണ്. ആൻഡ്
അതർ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പേളിൻ്റെ അപ്പിയറൻസ് നമ്മൾ കണ്ടതാണ് അല്ലേ. ലൈക്ക് സി ദിസ് ഈസ് ഹർ ഫസ്റ്റ് അപ്പിയറൻസ്. പേളിനെ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഷീസ് എ പിങ്ക് ബോൾ ഓഫ് യാൺ, ഒരു നൂലുണ്ട ആണ്. ആൻഡ് ദ കളർ ഇസ് പിങ്ക് ആൻഡ് എവറിത്തിങ്, ദർ ഇസ് സോ മച്ച് പിങ്ക് അബൌട്ട് ഹർ. അപ്പോൾ ആ കളർ അഗൈൻ പിങ്കും ബ്ലൂ അല്ലേ. ഇഫ് നമ്മൾ കാണുന്ന ബേബി ഷവറിലൊക്കെ അല്ലെങ്കിൽ ഈവൻ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്ന ടോയ്സിലൊക്കെ ഗേൾസിൻ്റെതെല്ലാം പിങ്ക്, ബോയ്സിൻ്റെതെല്ലാം ബ്ലൂ. ഇത് ശരിക്കും ആരാ മാർക്കറ്റ് ചെയ്യുന്നത്? അതെ, ഇൻഡസ്ട്രിയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊക്കെ അതിൻ്റെ ഒരു ഇരകളായിട്ടെന്നോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് വി ഓൾ ഹാവ് ഫോളൺ ഫോർ ദീസ് തിങ്സ്. വി ആർ സം ഗേൾസ്, ഇൻ മോസ്റ്റ് കേസസ് ഗേൾസ് ആർ ഗോയിങ് ബിഹൈൻഡ് ദിസ് പിങ്ക് ആൻഡ് ബോയ്സ് ആർ ഗോയിങ് ബിഹൈൻഡ് ദിസ് ബ്ലൂ. അപ്പോൾ ഈ ഒരു നോഷൻ ഉള്ളതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് നോക്കുക, നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ടോയ്സിൽ വരെ ഈ ഒരു കളർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. വളരെയധികം അപ്പോൾ ഇൻഡസ്ട്രി ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ അവർ കൊണ്ടുവരുന്ന കയ്യിലുള്ള സാധനങ്ങൾ എന്താ, ദിസ് എ ഫ്ലവർ. അഗെയിൻ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗേൾസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ദെൻ എല്ലാം ലാവൻഡർ കളറിലൊരു കപ്പ്, some other flowers. So these are her അവർ ബ്രിങ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. ആൻഡ് ദിസ് ഈസ് ഹൗ ഹർ അപ്പിയറൻസ് ഇസ് വെരി ചെയർഫുൾ, റൈറ്റ്. ഇതൊക്കെ ഒരു ഈ ഒരു അപ്പിയറൻസോടുകൂടി അവർ വരുന്നത്. സോ യു മൈറ്റ് ഹാവ് സീൻ ദ ഷോർട്ട് ഫിലിം പിക്സാർ എന്നുള്ള അവരുടെ തന്നെ യൂട്യൂബ് ചാനലിൽ വന്നതാണ്. ജസ്റ്റ് ഷോർട്ട് ഫിലിം, ഒരു കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. സോ ദാറ്റ്സ് ഹൗ ഷീ ഈസ് ഗെറ്റിംഗ് ഇൻ ദിസ് ഫോം, BRO capital. സോ ഷീസ് എൻ ബോൾ ഓഫ് യാൺ, വളരെയധികം എനർജിയോടുകൂടി ആണ് വരുന്നത്. പക്ഷേ ദിസ് ഈസ് എ മെയിൽ സെൻട്രിക് സ്റ്റാർട്ടപ്പ്. So when she tries to fit in with this close knit group, so that's an all male group, other close knit group ആണ്. അതിലേക്ക് എങ്ങനെയെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് she is trying. So Purl must ask herself, how far is she willing to go to get the acceptance she yearns for, and in the end is it worth it? അപ്പോൾ there is this തുടക്കത്തിൽ തന്നെ അവർ കാണിക്കുന്ന ഹൗ ഷീസ് ഗെറ്റിങ്. ഇവർ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് പാസ് ചെയ്യുന്ന ആ ആളുടെ ആ ഒരു പെർസ്പെക്റ്റീവും അല്ലെങ്കിൽ ആളുടെ ഒരു നോട്ടം മുതൽ എല്ലാ കൊളീഗ്സും ഇവളുടെ എല്ലാ കൊളീഗ്സും ദേ വർ ഓൾ ലുക്കിംഗ് ഡൗൺ upon her. അപ്പോൾ ആളെ എല്ലാ തരത്തിലും ഡിറോഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷീസ് നോട്ട് ഗോണ ബി ഷീസ് നോട്ട് വർത്ത് ഇറ്റ്, അല്ലെങ്കിൽ അവരൊരു വർത്ത് കാണാത്ത രീതിയിലാണ് അവളെ ഒന്നിലും കൂട്ടുന്നില്ല എന്നുള്ളത് ഒബ്വിയസ് ആകുന്ന രീതിയിലാണ് ഫിലിമിൻ്റെ തുടക്കത്തിൽ പോകുന്നത്. സോ സം 2 or 3 men അവർ ചായ കുടിച്ച് ഇങ്ങനെ വലിയ ഡാഡ് ജോക്സ് അല്ലെങ്കിൽ മെയിൽ ജോക്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷി വാസ് ട്രൈങ് ടു ജോയിൻ. അപ്പോൾ അവൾ കഴിയുന്നതും ഇൻക്ലൂസീവ് ആവാൻ വേണ്ടിയിട്ട് ട്രൈങ് ടു ഫിറ്റിങ് അവൾ കയറിയിട്ട് അവരുടെ ഒരു ജോക്ക് പറയുമ്പം നോ ഡു ദ സീം ഇൻട്രസ്റ്റഡ് ഇൻ ഹാങ്ങിങ് ഔട്ട് വിത്ത് ഹർ. അപ്പോൾ നമുക്ക് മനസ്സിലാവാണ് അവൾ പറയുന്ന ജോക്സ് അവർക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഷി വാസ് റെഫറിങ് ടു ക്രോഷേ ആൻഡ് വീവിങ് സംതിങ് റിലേറ്റഡ് വിത്ത് സ്പൈഡർ ആൻഡ് തിങ്സ്. ആൻഡ് ഇത് ക്രോഷേ, വീവ്, നിറ്റ് ഇതൊക്കെ വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെമിനൈൻ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതൊന്നും ഇതുവരെ മെയിൽ എക്സ്പീരിയൻസിൽ വന്നിട്ടില്ലാത്ത സംഗതികളായതുകൊണ്ട് അവർക്കതിൽ ജോക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളൊരു ജോക്ക് പറഞ്ഞിട്ട് പറയുന്ന ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഓക്വേർഡായി പോവാൻ നമ്മളാണ്, റൈറ്റ്. സോ നോട്ട് ഇത് സീം ഇൻട്രസ്റ്റഡ് ഇൻ ഹാങ്ങിങ് ഔട്ട് വിത്ത് ഹർ. അവിടെ ദിവസം എ മീറ്റിംഗ്. അപ്പോൾ അവരൊരു മീറ്റിംഗ് കൂടാണ്. ആ മീറ്റിങ്ങിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അവരുടെ മൊത്തം സ്റ്റാർട്ടപ്പാണല്ലോ, അതിൽ കുറേ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കൺസേൺ ഉണ്ട്. അപ്പോൾ സോ ഷീസ് ചിപ്പിങ് ഇൻ, അല്ലെങ്കിൽ അവൾ ഒരു സജഷൻ പറയും, നമുക്കിത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് റെഡിയാക്കി കൂടെ ചോദിക്കുമ്പോൾ അവരെല്ലാവരും കൂടെ അവളുടെ മേലൊക്കെ എടുത്ത് ചാടാണ്. ലൈക്ക് വൈ ആർ യു ബീയിങ് സോ സോഫ്റ്റ് എന്നുള്ള രീതിയിൽ. ബിക്കോസ് ഫോർ മെയിൽ ഗ്രൂപ്പ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത് പോലും ഒരു ഏറ്റവും
ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള സ്പേസ് ആണ്. ആൻഡ് ഫൈൻഡിങ് എനി സൊല്യൂഷൻ, എന്നിട്ട് അവരെന്തേ സൊല്യൂഷനിലേക്ക് എത്തുന്നുണ്ട്? നോ, ദേ ആർ നോട്ട് അറ്റ് ഓൾ. ഐ മീൻ ഇൻസ്റ്റെഡ് അവരെന്താ പറയുക, നമുക്ക് പോയിട്ട് ലെറ്റ്സ് ഗോ, ഐ മീൻ ദർ ഇസ് എ പ്ലേസ് കോൾഡ് സ്വിഗ്ഗീസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ആൻഡ് ദേ ആർ പ്ലാനിങ് ടു ഗോ ദെയർ ആൻഡ് ഹാവ് സം ഡ്രിങ്ക്സ്. എന്നാൽ നമുക്ക് കുറച്ച് ഡ്രിങ്കോ കഴിച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൻഡ് അഗെയിൻ അങ്ങനെ പോകുമ്പോഴും അവളെ കൂട്ടുന്നില്ല. ദാറ്റ്സ് വൈ I mentioned not to the seem interested in hanging out with her. Feeling disappointed, Pearl resolves to change her attitude by knitting herself a suit and giving herself a flat and square appearance. അപ്പോൾ ആകെ ഈ ഒരു ഗ്രൂപ്പിൽ ഒരു ഓഫീസിൽ എത്തിയ ആ ഒരു ഓഫീസിൽ ആരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പം പേൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ അവിടെ ഐ മീൻ ഇറ്റ്സ് മോർ ലൈക്ക് എ വാൾ ബോർഡ്. അവിടെ അവിടുത്തെ എല്ലാ എംപ്ലോയീസിൻ്റെയും ഒരു മോർ ലൈക്ക് എ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അവിടെ ഇങ്ങനെ വെച്ചതുപോലെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പം ഷീ റിയലൈസസ് ദാറ്റ് അവിടെയുള്ള എല്ലാവരും ബ്ലാക്ക് സ്യൂട്ട്സിലാണുള്ളത്. സോ ഷീ ഡിസൈഡഡ് ടു ബി വൺ അമംഗ് ദം. എന്നിട്ട് സ്വന്തം ഈ ഒരു ഉരുണ്ട ഈ ഷേപ്പ് മാറ്റിയിട്ട് ഷീസ് കൺവേർട്ടിങ് ഹെർസെൽഫ് ഇൻടു ഹെർസെൽഫ് ഇൻ എ മോർ ലൈക്ക് എ ബ്ലാക്ക് സ്യൂട്ട് ലൈക്ക് തിങ്. ഒരു ഫ്ലാറ്റ് അപ്പിയറൻസ് ആണ് അവൾക്ക് തന്നെ മാറ്റിയിട്ട് വരുത്തുന്നത്. സോ ഷീ ഡിസ്പ്ലേസ് എ മോർ അസർട്ടീവ് ആൻഡ് ബൊംബാസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ദാറ്റ് വിൻസ് ഓവർ ഹർ പിയേഴ്സ്. പിന്നെ അവൾ ചെയ്യുന്ന വേറൊരു കാര്യം, ഞാൻ ഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദി മീറ്റിങ്സ്, മെയിൽ മീറ്റിങ്സിൽ അല്ലെ അവിടുത്തെ കമ്പനി മീറ്റിങ്സിൽ അവർ പങ്കെടുക്കുന്ന സമയത്ത് ഷീ കമ്മിങ് അപ്പ് വിത്ത് ദ മോസ്റ്റ് അഗ്രസീവ് ഓഫ് ദി കമൻറ്റ്സ്. ഇതിങ്ങനെ ഒന്ന് ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല, അത് നമുക്ക് ഫിനാൻസായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള അതിൻ്റെ, ഞാൻ ഏറ്റവും മൈൽഡ് ആയിട്ടാണ് പറഞ്ഞത്, അതിൻ്റെ ഏറ്റവും ഒരു ആരോഗൻ വേർഷനിലാണ് അവർ റെസ്പോൺസ് വരുന്നത്. ആൻഡ് ടു ദ ഐ മീൻ സർപ്രൈസിംഗ്ലി മെയിൽ ഈ കൊളീഗ്സ് എല്ലാവരും അതിനെ അപ്ലോഡ് ചെയ്യുകയാണ്. സോ ആ ഒരു ഈ മെയിൽ ഈഗോ വർക്ക് ചെയ്യുന്നതിന് പല വേർഷൻസ് നമ്മളൊക്കെ കണ്ടത്. when it comes to the film തല്ലുമാല, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫിലിംസ് ലൈക്ക് തല്ലുമാല and the other films like അയ്യപ്പനും കോശിയും, ഇതൊക്കെ ആ ഒരു മെയിൽ ഈഗോ എന്നുള്ളൊരു പോയിന്റിൽ വന്നു. അപ്പോൾ ഒരു അഗ്രസീവ് എന്നുള്ളൊരു ലാംഗ്വേജ് ആണ് അവർ വർക്ക് സ്പേസിലും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള സ്പേസിലേക്കാണ് ഫെമിനൈൻ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ നമ്മളെ പേളിനെ പോലുള്ള ആളുകൾ വരുന്നത്. സോ ഈ ഒരു അല്ലെങ്കിൽ ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ക്രിസ്റ്റ്യൻ ലെസ്റ്റർ ഇതിൽ കാണിക്കുന്നതും. ആൻഡ് ദർ ഇസ് അനദർ തിങ്, then she too starts joking like men. അവർ മെയിൽ എങ്ങനെയാണോ ജോക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിലൊരു സെക്സിസ്റ്റ് എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഒരു മെയിൽ ജോക്സിലേക്ക് നമ്മൾ ഈ പറയുന്ന ഡാഡ് ജോക്കിൻ്റെ ഒക്കെ ആ ഒരു ലെവലിലേക്കാണ് അവളുടെ ആഫ്റ്റർവേർഡ്സ് ഈ ഒരു സ്യൂട്ടിലേക്ക് അപ്പിയറൻസ് മാറിയതിന് ശേഷം അപ്പോഴും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നതും ആ ഒരു ജോക്കിൽ. അപ്പം സോ ദേ ആർ ഗെറ്റിംഗ് ദ ജോക്സ്. അപ്പോൾ അങ്ങനെയുള്ള ജോക്സ് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൽ കൊളീഗ്സിന് മനസ്സിലാവുന്നുണ്ട്, അവരിവിടെ ഒരു കൂട്ടത്തിൽ എന്ന പോലെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മളെ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റിവിറ്റി എന്നുള്ളൊരു എലമെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ വൺ തിങ്, ഇപ്പം നമ്മൾ ഏർലിയർ കംസ് ടു ഫെമിനിസം ഒക്കെ ഒരു ഡിസ്കഷനിൽ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റായി വന്ന കാലഘട്ടങ്ങളിൽ മോസ്റ്റ് കേസസ് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു യൂറോപ്യൻ ഫെമിനിസം ദേ വർ ട്രൈങ് ടു ഇമിറ്റേറ്റ് ഓർ ട്രൈങ് ടു ബി ലൈക്ക് മെൻ. അപ്പോൾ ഈ ട്രൈങ് ടു ബി ലൈക്ക് മെൻ എന്നുള്ളതിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടെയാണ് നമുക്ക് അവരിവിടെ കാണിച്ചിരുന്നത്. ദാറ്റ് ഷീ ഈസ് മോർ ലൈക്ക് ട്രൈങ് ടു ബി എ മെൻ. ആ ഒരു മെയിൽ കൾച്ചറിലേക്ക് മെയിലായിട്ട് തന്നെ മാറാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ലേറ്റർ അപ്പോൾ നമ്മൾ ഫെമിനിസത്തിൽ തന്നെ നമ്മളൊരു സെക്കൻഡ് തേർഡ് വേവ്സിലൊക്കെ എത്തി ഒരു വുമനിസത്തിലേക്കൊക്കെ വരുന്ന സമയത്താണ് നമ്മളൊരു ഫെമിനൈനായിട്ട് തന്നെ നിൽക്കാനുള്ള ബയോളജിക്കലായിട്ടുള്ള ഏർജസ് അതൊക്കെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഫെമിനിസം വരുന്നത്. സോ ഈ ഒരു അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസി വരുന്ന ഒരു ഭാഗം കൂടെ ക്രിസ്റ്റ്യൻ ലെസ്റ്റർ ഇവിടെ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നുണ്ട്. സോ what happens is that as she happily heads out with the guests, when ഇവർ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി കൂട്ടാണ്. At that time another ball of yarn, again a yellow one named Lazy, arrives and tries to introduce herself but gets ignored by everyone. അപ്പം ഇവരെല്ലാവരും കൂടെ ലിഫ്റ്റിൽ കയറി പോവാൻ നിൽക്കുമ്പോഴാണ് ലേസി അഗൈൻ ദ നെയിം ലേസും ഈ ഒരു നിറ്റിങ് എംബ്രോയ്ഡറി ഈ വക
ടെക്സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ടേം തന്നെയാണ്. അപ്പോൾ ലേസി തന്നെയാണ് അടുത്ത കഥാപാത്രത്തിന് പേരും. എങ്ങനെയാണോ പിങ്ക് കളറിൽ ഒരു റൗണ്ട് ബോൾ ഓഫ് യാണായിട്ട് നമ്മളെ പേള് വന്നത്, അതുപോലെ തന്നെയാണ് ലേസിയും വരുന്നത്. സോ ലേസി ഈസ് കമ്മിങ് പക്ഷേ ലേസീനെ ഇഗ്നോർ ചെയ്തിട്ടാണ് ആര് പോകുന്നത്, ഈവൻ പേള് വരെ പോകുന്നത്. അങ്ങനെ പക്ഷെ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ആളുടെ എക്സ്പ്രഷന്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ടൈം പേൾ ഈസ് ടേക്കിംഗ് ഓഫ് ഹെർ ഓൺ ID കാർഡ്. അപ്പോൾ ID കാർഡിലെ ഫോട്ടോ എന്ന് പറയുന്നത് പഴയ നമ്മളെ പിങ്ക് ബോൾ ഓഫ് യാണായിട്ടുള്ള ഫോട്ടോ ആണ്. അത് കാണുന്ന സമയത്ത് സംതിങ് സ്ട്രൈക്കിങ് ഹർ. സോ ഓൺ സെക്കൻഡ് തോട്ട്സ് പേൾ എന്ത് ചെയ്യാണ്, തിരിച്ച് ലേസീൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് ലേസിയെയും കൂടെ കൂട്ടിയിട്ട് പോവാണ്. ലൈക്ക് ഇവരെല്ലാവരും ഹാങ് ഔട്ട് ചെയ്യാൻ പോകുമ്പോൾ ലേസിയെയും കൂടെ കൂട്ടാൻ പോകുന്നു. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള കൊളീഗ്സിൻ്റെ ഒക്കെ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സോ ദേ വർ ഓൾ ലൈക്ക് വൈ സച്ച് എ പേഴ്സൺ കമ്മിങ് ആൻഡ് അഗെയിൻ ഫെമിനൈൻ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കതിൽ വളരെ ഒബ്വിയസ് ആയിട്ട് കാണാൻ പറ്റും. ബട്ട് ആഫ്റ്റർവേർഡ്സ് പിന്നെ ഒരു ഫിലിമിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു എൻഡിങ്ങിലേക്ക് നമുക്ക് കാണുന്നത് ദറ്റ് പ്ലേസ് ഹാസ് ബിക്കം മച്ച് മോർ ഇൻക്ലൂസീവ് ഇൻ ദ സെൻസ് മെയിലൊക്കെ ആ ഒരു സ്യൂട്ടിൽ തന്നെ ആണെങ്കിലും ആഫ്റ്റർവേർഡ്സ് ദ മൈറ്റ് ഹാവ് ജോയിൻഡ് സോ മെനി pink or very different or multicolored balls of yarn. പിന്നെ ആ ഒരു വളരെ ഹാപ്പി ആയിട്ടൊരു കോ എക്സിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ഓഫ് മെൻ ആൻഡ് ഫിമെയിൽ ബോൾ ഓഫ് യാൺ. അപ്പോൾ ഈ ഫിമെയിൽ ബോൾ ഇതിനിപ്പം ക്രിസ്ത്യൻ ലെസ്റ്ററിന് ഇതിന് പകരമായിട്ട് ഒരു പിന്നെ വാട്ട് വി സേ ലൈക്ക് ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. ദിസ് ഈസ് എൻ ആനിമേ റൈറ്റ്, ബട്ട് ഇൻസ്റ്റെഡ് ഷി ഹാസ് ഷോൺ ഓർ ദ ക്യാരക്ടർ ഈസ് എ പിങ്ക് ബോൾ ഓഫ് യാൺ. ഈ നൂലിൻ്റെ ഉണ്ട എന്നൊക്കെ പറയുന്നത് ഏത് രീതിയിൽ നമുക്ക് പിന്നെ ക്രോഷേ ചെയ്തിട്ടോ ഏത് രീതിയിലും ഷേപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നൂലിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. നമ്മൾ when it comes to orienting women, we say it like that. ഗേൾസിനെ നമ്മൾ വെള്ളം എന്നതുപോലെയാണ് നമ്മൾ വളർത്തുന്നത്. ഇറ്റ്സ് often discussed in feminist circles. കാരണം വേറെ ഏത് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഏത് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വെള്ളത്തിൻ്റെ സ്വന്തമായിട്ട് ഷേപ്പില്ലല്ലോ. ഏത് ഷേപ്പിലാണോ ഏത് കണ്ടെയ്നറിലാണോ ഉള്ളത് അതിൻ്റെ ഷേപ്പ് എടുക്കുക എന്നുള്ളതാണല്ലോ. അതേ ഒരു ആസ്പെക്റ്റ് തന്നെയാണ് ക്രിസ്ത്യൻ ലെസ്റ്ററും ഇവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഇൻട്രൊഡ്യൂസ് ഒരു ഇങ്ങനെ കാസ്റ്റിംഗ് ഫിമെയിൽ ഒരു ഫിമെയിൽ ഫിസിക്കുള്ള ഒരാളെ കാസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ബോൾ ഓഫ് യാണിനെ തന്നെ കൊണ്ടുവരുന്നതിൻ്റെ മറ്റൊരു പൊളിറ്റിക്സും ഇതാണ്. So Pearl introduces herself to Lacey and then introduces her to the guys who reluctantly invite her in. As they enter the office room, it's now populated with both men and yarn women. See, yarn women who are all happily conversing with each other. So this is the short film by ക്രിസ്ത്യൻ ലെസ്റ്റർ. ആൻഡ് സിമിലർ ആയിട്ടുള്ള കുറേ ഷോർട്ട് ഫിലിംസ് നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും റിലേറ്റ് ടു ഇറ്റ്. ആൻഡ് ഈ ഒരു പേളിൻ്റെ അപ്പിയറൻസും ഇതൊരു കോണ്ടെക്സ്റ്റും തീംസും ഒക്കെ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.